BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനും യുഎസും തമ്മിലുള്ള ബന്ധം ഈടുറ്റതാണെന്ന് ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ വ്യക്തമാക്കി. ബഹ്റൈനിലെ അമേരിക്കൻ അംബാസഡർ സ്റ്റീഫൻ ക്രിങ് ബോണ്ടിയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിലുള്ള ബന്ധവും ശക്തമായ സഹകരണവും ഇരു രാജ്യങ്ങൾക്കും ഒട്ടേറെ പ്രയോജനങ്ങൾ ചെയ്തതായും ഇരുവരും വിലയിരുത്തുകയും സാമ്പത്തിക മേഖലയിലടക്കം സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു. ബഹ്റൈനിലെ ലൈസൻസ് ഉള്ളതായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വർധന. 2022 20,475 കഴിഞ്ഞ വർഷം 22,060 ഉയർന്നതായി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നഴ്സുമാരുടെയും ഫാർമസിസ്റ്റുകളുടെയും എണ്ണം പരിഗണിക്കുമ്പോൾ സ്വദേശികളെക്കാൾ പ്രവാസികളാണ് കൂടുതൽ. എന്നാൽ ജനറൽ ഫിസിഷ്യൻ, ഡെന്റൽ മെഡിസിൻ വിഭാഗങ്ങളിൽ സ്വദേശികൾക്കാണ് പ്രാമുഖ്യം. 2023 NHR ലൈസൻസ് ഉള്ള പ്രൊഫഷണലുകളുടെ എണ്ണം 22,060. ഇതിൽ 4,723 ഫിസിഷ്യന്മാരും 4,328 അനുബന്ധ ആരോഗ്യ വിദഗ്ധരും 1,172 ദന്ത ഡോക്ടർമാരും 1,923 ഫാർമസിസ്റ്റുകൾ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ആകെയുള്ള നഴ്സുമാരിൽ 64% പ്രവാസികളാണ്, 36% സ്വദേശികളും. 2022 രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണം 9,666 ആയിരുന്നു. സ്വദേശി ദന്ത ഡോക്ടർമാരുടെ എണ്ണം പ്രവാസികളെക്കാൾ കൂടുതലാണ്. മൊത്തം നഴ്സുമാരിൽ 69% പേർ പൊതുമേഖലയിലും 30% പേർ സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നു. ബാക്കിയുള്ള 1% പേർ വ്യക്തമല്ല എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജിദാലയിലെ വീട്ടിൽ തീപിടുത്തം. സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വീട്ടിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും അണച്ചെന്നും അധികൃതർ അറിയിച്ചു. വീട്ടിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന സംഘടിപ്പിച്ച കലാമത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി മധുമിത നടരാജൻ 3ാം സമ്മാനം നേടി. ലോകാരോഗ്യ സംഘടന അവരുടെ ബഹ്റൈൻ കൺട്രി ഓഫീസ് വഴിയാണ് കലാമത്സരം നടത്തിയത്. 14-15 പ്രായ വിഭാഗത്തിലുള്ള മത്സരത്തിനാണ് ഇന്ത്യൻ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മധുമിത സമ്മാനം നേടിയത്. മാതാപിതാക്കളായ വി നടരാജൻ, സ്വപ്നപ്രദ നടരാജൻ, ഇന്ത്യൻ സ്കൂൾ മിഡിൽ ഈസ്റ്റ് സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലോകാരോഗ്യ സംഘടന ബഹ്റൈൻ കൺട്രി ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി മധുമിതയെ ആദരിച്ചു. പുകവലിക്കെതിരായ പദ്ധതികളും നയങ്ങളും അനുസൃതമായി പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുകയാണ് മത്സരം ലക്ഷ്യമിടുന്നത്. പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ വിഭാഗം അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, പ്രധാന അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്കൂൾ അധികൃതർ മധുമിതയെ അനുമോദിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിലെ ഈ നേട്ടത്തിന് മധുമിത നടരാജനെ അഭിനന്ദിച്ചു. ഗുദൈബിയ ഭാഗത്ത് താമസിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ഗുദൈബിയ കൂട്ടം ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുദൈബിയ കൂട്ടത്തിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളുമായി 200ഓളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. വിവിധതരം രക്തപരിശോധനകളും ജനറൽ ഓർത്തോ ഗൈനക്കോളജി, പീഡിയാട്രിക്, ജനറൽ സർജറി, ENT ഡോക്ടർമാരുടെ സേവനവും മനാമ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിൽ ഒരുക്കിയിരുന്നു. ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ ഗുദൈബിയ കൂട്ടം മുഖ്യ അഡ്മിൻ സുബീഷ് നെട്ടൂർ, KT സലീം, സയ്യിദ് ഹനീഫ്, റോജി ജോൺ, അൻവർ നിലമ്പൂർ, ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ പ്രതിനിധി സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സുൽത്താൻ ഖാൻ സലീമിന് ഗുദൈബിയ കൂട്ടം ഉപഹാരം നൽകി. പിറന്നാൾ ആഘോഷിക്കുന്ന നിച്ചു അൽ ഷുൽജത്തിനെ അനുമോദിച്ചു. അനുപ്രിയ, രേഷ്മ മോഹൻ, അൻസാർ മൊയ്തീൻ, മുജീബ് റഹ്മാൻ, ജിഷാർ കടവള്ളൂർ, ഗോപിനാഥൻ, ഫയാസ് ഫസലുദ്ദീൻ, റിയാസ് വടകര, മുഹമ്മദ് തൻസീർ, ശ്രീകല സജീഷ്, സ്നേഹ അഖിലേഷ്, ഇനിയാസ് അരുൺ, അനൂപ് സജീഷ് എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈൻ കേരളീയ സമാജം ഗ്രന്ഥശാല വിഭാഗം PN പണിക്കർ അനുസ്മരണവും വായനാ ദിനവും സംഘടിപ്പിച്ചു. സമാജം ലൈബ്രറിയിൽ വിനോദ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലൈബ്രറി കൺവീനർ അർജുൻ ഇത്തിക്കാട് സ്വാഗതം ആശംസിച്ചു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മുഖ്യാതിഥി ആദർശ് മാധവൻകുട്ടി PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പ്രോഗ്രാം കൺവീനർ ജോയ് പോളി നന്ദി അറിയിച്ചു.
ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കോൺസുലാർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ 30-ലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും അംബാസഡർ ഈദ് അൽ അദ്ഹ ആശംസകൾ നേർന്നു. LMRA സംഘടിപ്പിച്ച മജ്ലിസ് സെഷനെക്കുറിച്ച് അംബാസഡർ വിശദീകരിച്ചു. ബഹ്റൈനിലെ തൊഴിലുടമകളുടെയും പ്രവാസി തൊഴിലാളികളുടെയും അവകാശങ്ങളുടെയും കടമകളെയും കുറിച്ചുള്ള അവബോധം മെച്ചപ്പെടുന്നതിനാണ് ഈ സംരംഭം ശ്രമിക്കുന്നത്. മനാമയിൽ അടുത്തിടെയുണ്ടായ തീപിടുത്തം അംബാസഡർ അനുസ്മരിച്ചു. താപനില വർദ്ധിക്കുന്നതിനാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം കമ്മ്യൂണിറ്റി അംഗങ്ങളോട് നിർദ്ദേശിച്ചു. ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തവർ ഉന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഭൂരിഭാഗവും പരിഹരിക്കപ്പെട്ടു. മറ്റുള്ളവ എത്രയും വേഗം ഏറ്റെടുക്കും. മിൽമയിൽ തിങ്കളാഴ്ച രാത്രി മുതൽ സമരം പ്രഖ്യാപിച്ച സംയുക്ത ട്രേഡ് യൂണിയൻ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് CITU, AITUC, INUTC സംഘടനകൾ സംയുക്തമായാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ യൂണിയനുകൾ മിൽമ മാനേജ്മെന്റിന് നോട്ടീസ് നൽകി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട യുവാക്കളെ നിരപരാധികൾ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി വെറുതെ വിട്ടു. പെരുമ്പാവൂർ പോക്സോ കോടതിയിലെ 844/2022, 844/2022 നമ്പർ കേസുകളിൽ ആരോപണ വിധേയരായ മലപ്പുറം സ്വദേശികളായ യുവാക്കളെയാണ് കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വിചാരണ ചെയ്യുന്ന പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ദിനേശ് M. പിള്ള വിധി പ്രസ്താവനയിൽ പറഞ്ഞു. കുറുപ്പമ്പടി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. കേസിൽ 29 സാക്ഷികളെ വിസ്തരിച്ചു. വിചാരണയിൽ അതിജീവിതയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സാദിഖ് അലി മച്ചിങ്ങൽ ഹാജരായി. ബസ് യാത്രയ്ക്കിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. പാപ്പനശ്ശേരി വെസ്റ്റിലെ CT ഫാത്തിമത്തുൽ ഷാസിയാണ് മരിച്ചത്. വിളയാങ്കോട് MGM കോളേജിലെ B.Pharm വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ രാവിലെ കോളേജ് ബസ്സിൽ കയറിയതിന് പിന്നാലെ കീച്ചേരിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. വിദ്യാർത്ഥിനിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത്. വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നുവെന്നും പരിഗണിക്കണം. നിലവിലുള്ള റെയിൽ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായുള്ള പദ്ധതികളും വേണം. കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം നിലവിലെ 60% നിന്ന് 75% ഉയർത്തണം. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപീകരണത്തിലും സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉറപ്പാക്കണം. ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനതല ചരക്കുകൂലിയും കൈകാര്യ ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം. ആശാ, അങ്കണവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയം ഉയർത്തണം. NSEPയിലെ ക്ഷേമ പെൻഷൻ തുകകൾ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ്, ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവയും ഉയർത്തണം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഫയർ സർവീസിലെ 220 വാഹനങ്ങൾ, ആരോഗ്യവകുപ്പിലെ ആംബുലൻസുകൾ അടക്കം 800 വാഹനങ്ങൾ, പോലീസ് സേനയുടെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇവയ്ക്ക് പകരം വാഹനങ്ങൾ വാങ്ങാൻ കേന്ദ്രം സഹായം നൽകണമെന്നും തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് നിലവിലുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.